എക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എക്കോസ് എക്രോസ് ഏജസ് എന്ന ഈ പരമ്പരയിലെ 10ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ വാണിപ്രഭ, ഒരു ശരാശരി മലയാളി. ഈ സീരീസിലെ പ്രീഹിസ്റ്റോറിക് കേരള, സംഗം ഏജ്, ഡാർക്ക് ഏജ്, ടെമ്പിൾ ഏജ്, മാരിടൈം ഏജ്, കൊളോണിയൽ ഏജ് എന്ന ഈ എപ്പിസോഡുകൾ നിങ്ങൾ ഇതിനകം കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 1947 മുതൽ 1980 വരെയുള്ള ആധുനിക കേരളത്തിൻ്റെ കഥ, ദ മോഡേൺ കേരള. 1947 മുതൽ 1980 വരെ ഒരു കൊളോണിയൽ പാസ്റ്റിൽ നിന്ന് രാഷ്ട്രീയമായി ഉണർന്ന, സാമൂഹികമായി മാറിത്തുടങ്ങിയ, സാംസ്കാരികമായി ആത്മബോധം നേടിയ കേരളം എങ്ങനെ രൂപപ്പെട്ടു എന്നതാണ് ഇന്നത്തെ യാത്ര. ഈ കഥ ഒരു ദിവസം കൊണ്ട് സംഭവിച്ച മാറ്റത്തിൻ്റെ കഥയല്ല. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അവസാനത്തോടെ എല്ലാം പുതുതായി തുടങ്ങുകയും ചെയ്തില്ല. അതിനു മുൻപേ തുടങ്ങിയിരുന്ന സാമൂഹിക ചലനങ്ങൾ, വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം, സമത്വത്തിനായുള്ള ആവശ്യങ്ങൾ, ഭാഷയുടെ പേരിലുള്ള സ്റ്റേറ്റ് രൂപീകരണം, ജനങ്ങളുടെ രാഷ്ട്രീയ പങ്കാളിത്തം, ഇവയൊക്കെ ചേർന്നാണ് മോഡേൺ കേരള രൂപം കൊണ്ടത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ മനസ്സിലാക്കാൻ അത് കൊളോണിയൽ ഏജിനെ മറികടന്ന ഒരു തുടർച്ചയായ മാറ്റത്തിൻ്റെ ഘട്ടമാണെന്ന് ആദ്യം ഓർക്കണം. 47 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഇന്നത്തെ പോലെ ഒരു ഏകീകൃത കേരളം ഉണ്ടായിരുന്നില്ല. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ 3 ഭിന്ന ഭരണപരമായ ഘടനകളിൽ നിലകൊണ്ടിരുന്നു. മലബാർ പ്രദേശം നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിലുള്ള മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. അതേസമയം തിരുവിതാംകൂറും കൊച്ചിയും ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്നുവെങ്കിലും അവ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നു. അതായത് ഭാഷയിൽ ഒരു ബന്ധമുണ്ടായിരുന്നുവെങ്കിലും ഭരണനിർവഹണത്തിൽ കേരളം വിഭജിച്ച നിലയിൽ തന്നെയായിരുന്നു. 49 തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് ട്രാവൻകൂർ കൊച്ചിനായി. തുടർന്ന് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം പുനഃസംഘടനയുടെ ഭാഗമായി. 56 നവംബർ 1 കേരളം ഔദ്യോഗികമായി രൂപം കൊണ്ടു. ഈ രൂപീകരണം ഒരു മാപ്പിലെ രേഖമാറ്റം മാത്രമായിരുന്നില്ല. ഒരു ഭാഷാപരമായ പ്രദേശം ഒരു പുതിയ രാഷ്ട്രീയ സാമൂഹിക ആത്മബോധമുള്ള സംസ്ഥാനമായി മാറിയ നിമിഷമായിരുന്നു അത്. ഇവിടെയാണ് മോഡേൺ കേരളയുടെ തുടക്കം കാണേണ്ടത്. ഒരു ഭരണഘടനാപരമായ സംസ്ഥാന രൂപീകരണം മാത്രമായല്ല, മലയാളം സംസാരിക്കുന്ന ജനങ്ങളുടെ പൊതുജീവിതം ഒരു പങ്കിട്ട രാഷ്ട്രീയ വേദിയിലേക്ക് എത്തിച്ച സംഭവമായി കൂടിയാണ് ഇതിനെ വായിക്കേണ്ടത്. പഴയ 3 വ്യത്യസ്ത ചരിത്ര പശ്ചാത്തലങ്ങൾ, മലബാർ, തിരുവിതാംകൂർ, കൊച്ചി, എല്ലാം ചേർന്ന് ഒരു പുതിയ സംസ്ഥാന ജീവിതം ആരംഭിച്ചു. ബ്രിട്ടീഷ് ഭരണകാലം അവസാനിച്ചു എന്ന് പറയുമ്പോൾ കൊളോണിയൽ സ്ട്രക്ചേഴ്സ് അന്ന് തന്നെ ഇല്ലാതായി എന്ന് വിചാരിക്കരുത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് കേരളം ശക്തമായ കാസ്റ്റ് ഹയറാർക്കി, ലാൻഡ് റിലേഷൻസ്, സമൂഹത്തിലെ ഉയർന്നതും താഴ്ന്നതുമായ വിഭാഗങ്ങൾക്കിടയിലെ വലിയ അസമത്വങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗ്രാമീണ ജീവിതത്തിൽ ഭൂമിയുടെയും സാമൂഹിക മാന്യതയുടെയും നിയന്ത്രണം ചില വിഭാഗങ്ങൾക്കിടയിൽ മാത്രം കേന്ദ്രീകരിച്ച നിലയിലായിരുന്നു. അതിനൊപ്പം വിദ്യാഭ്യാസത്തിലും പൊതുജീവിതത്തിലും തുല്യപ്രവേശനം എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. താഴ്ന്ന ജാതിക്കാരായി കണക്കാക്കപ്പെട്ടിരുന്ന സമൂഹങ്ങൾക്കും ഭൂമിയില്ലാത്ത കർഷകർക്കും സമൂഹത്തിൽ വിവിധ പിന്നോക്ക വിഭാഗങ്ങൾക്കും പൊതുസ്ഥലങ്ങളിൽ മാന്യതയോടെ പങ്കെടുക്കാനുള്ള സാധ്യത പരിമിതമായിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിനകത്ത് തന്നെ മാറ്റത്തിനുള്ള അടിസ്ഥാനം മുൻകാലത്ത് തന്നെ രൂപപ്പെടാൻ തുടങ്ങിയിരുന്നു. ബ്രിട്ടീഷ് ഭരണവും മിഷനറി വിദ്യാഭ്യാസവും കോർട്ടും നിയമവ്യവസ്ഥയുമൊക്കെ ചില പഴയ ക്രമങ്ങളെ കുലുക്കിയെങ്കിലും അതൊന്നും സമൂഹത്തിലുണ്ടായിരുന്ന മുഴുവൻ അസമത്വങ്ങളും ഇല്ലാതാക്കാനായില്ല. പഴയ അധികാരക്രമങ്ങൾ പലപ്പോഴും പുതിയ ഭരണക്രമങ്ങളുമായി ഇണങ്ങി തുടരുകയും ചെയ്തു. അതിനാൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കേരള എന്നത് ഒരു പഴയ സാമൂഹിക ക്രമം പൂർണ്ണമായി പൊളിഞ്ഞ് പുതിയത് പിറന്നു എന്നതല്ല, പഴയതുമായ സംഘർഷത്തിലൂടെ പുതിയത് രൂപപ്പെടുന്ന ഒരു ട്രാൻസിഷണൽ സൊസൈറ്റി എന്ന രീതിയിലാണ് കാണേണ്ടത്. കേരളത്തിൻ്റെ മോഡേൺ ചരിത്രം രാഷ്ട്രീയത്തിലൂടെ മാത്രം തുടങ്ങുന്നതല്ല. അതിൻ്റെ കേന്ദ്രത്തിൽ സാമൂഹിക ജാഗ്രതയുടെ ദീർഘചരിത്രമുണ്ട്. ലേറ്റ് 19th സെഞ്ച്വറി മുതൽ കേരളത്തിൽ വിവിധ റിഫോം മൂവ്മെൻറ്റ്സ് പഴയ ജാതി വ്യവസ്ഥയെയും സമൂഹത്തിലെ അപമാനകരമായ വേർതിരിവുകളെയും ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരുന്നു. വിദ്യാഭ്യാസം, മാന്യത, ആരാധനാവകാശം, പൊതുജീവിതത്തിലെ സ്ഥാനം, മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശങ്ങളായിട്ടാണ് ആദ്യമായി വലിയ തോതിൽ ഈ കാര്യങ്ങൾ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകളിലെത്തുന്നത്.
ഈ പശ്ചാത്തലത്തിൽ ശ്രീനാരായണ ഗുരു പോലുള്ള സാമൂഹിക ധാർമ്മിക റിഫോമിസ്റ്റ് നേതാക്കളുടെ സ്വാധീനം നിർണായകമായിരുന്നു. ജാതിയെ ആസ്പദമാക്കിയ അനീതിയെ ചോദ്യം ചെയ്യുകയും ആത്മഗൗരവം, വിദ്യാഭ്യാസം, സാമൂഹിക ഉന്നമനം എന്നിവയെ കേന്ദ്രമാക്കുകയും ചെയ്ത ആ പാരമ്പര്യം പിന്നീട് കേരളത്തിന് പൊതുചിന്തയിൽ ആഴത്തിൽ പതിഞ്ഞു. ഇത് ഒരു വ്യക്തിയുടെ കഥ മാത്രമല്ല, കേരളം എന്ന സമൂഹം സ്വയം മാറ്റത്തിനായി അകത്തുനിന്ന് നടത്തിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് 47-ന് ശേഷമുള്ള കേരളം ഒരു ശൂന്യ സ്ഥാനത്ത് നിന്ന് മോഡേണായതല്ല. അതിനു മുൻപ് തുടങ്ങിയിരുന്ന സാമൂഹിക ഉണർവ് പിന്നീട് ജനാധിപത്യ സ്ഥാപനങ്ങളിലേക്കും നിയമങ്ങളിലേക്കും സർക്കാർ നയങ്ങളിലേക്കും പൊതുജീവിതത്തിലെ ഭാഷയിലേക്കും മാറിയതാണ്. കേരളത്തിൽ മോഡേണിറ്റി എന്നത് പാശ്ചാത്യവൽകൃതമായ ഒരു പുറംമാറ്റമല്ല, സാമൂഹിക സമത്വത്തിൻ്റെയും മാന്യതയുടെയും പേഴ്സ്യൂട്ടായിരുന്നു. കേരളത്തിൻ്റെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ചരിത്രത്തെ വേർതിരിച്ചു കാണിക്കുന്ന ഏറ്റവും പ്രധാന സവിശേഷത അതിൻ്റെ രാഷ്ട്രീയ സജീവതയാണ്. ഇവിടെ ഡെമോക്രസി എന്നത് 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് മാത്രമായിരുന്നില്ല. പത്രങ്ങൾ, വായനാശീലങ്ങൾ, വിദ്യാർത്ഥി രാഷ്ട്രീയം, തൊഴിലാളി യൂണിയനുകൾ, കർഷക പ്രസ്ഥാനങ്ങൾ, പ്രാദേശിക തലത്തിലെ പൊതുചർച്ചകൾ, ഇതെല്ലാം ചേർന്നാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക ലോകം രൂപപ്പെട്ടത്. 57-ലെ ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ശ്രീ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലെത്തി. ഇതിന് ചരിത്രപരമായ പ്രാധാന്യം അത്രയേറെ ഉണ്ടായിരുന്നു. കാരണം ജനാധിപത്യ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തുന്ന ലെഫ്റ്റിസ്റ്റ് ഗവൺമെൻറ് എന്ന നിലയിൽ ഇത് വ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ടു. കേരളത്തെ ദേശീയ തലത്തിൽ തന്നെ വേറിട്ടൊരു രാഷ്ട്രീയ പരീക്ഷണ ഭൂമിയായി കാണാൻ തുടങ്ങി. എന്നാൽ ഈ കാലഘട്ടം ഒരേ വിധത്തിലുള്ള സ്ഥിരതയുടെ കാലമായിരുന്നില്ല. ശക്തമായ സർക്കാരുകളും ശക്തമായ പ്രതിപക്ഷവുമായിരുന്നു കേരളത്തിൻ്റെ പ്രത്യേകത. സർക്കാർ മാറി, സഖ്യങ്ങൾ മാറി, പൊതുചർച്ചകൾ കടുപ്പപ്പെട്ടു, പ്രതിഷേധങ്ങൾ നടന്നു. പക്ഷേ അതിലേറെയും ശ്രദ്ധിക്കേണ്ട കാര്യം സംഘർഷങ്ങളും വാദപ്രതിവാദങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും അത് ജനാധിപത്യത്തിൻ്റെ പരിധിക്കുള്ളിലാണ് വളർന്നിരുന്നത് എന്നാണ്. അതുകൊണ്ട് കേരളത്തിൽ പൊളിറ്റിക്സ് ഒരു എലൈറ്റ് എക്സസൈസ് ആയിരുന്നില്ല. സാധാരണ ജനങ്ങളുടെ എവ്രിഡേ ലൈഫിൻ്റെ ഭാഗമായിരുന്നു അത്, അന്നും ഇന്നും. 1950കളുടെ അവസാനം മുതൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രത്തിൽ ഭൂമി, വിദ്യാഭ്യാസം, സാമൂഹിക സുരക്ഷ എന്നീ വിഷയങ്ങളെത്തി. ലാൻഡ് റിഫോം എന്ന വിഷയം എന്നത് ഭൂമി പുനർവിതരണം എന്നതിലുപരി സാമൂഹിക മാന്യതയും ഗ്രാമീണ ശക്തി ബാലൻസും മാറുന്ന ഒരു ചരിത്ര നിമിഷമായിരുന്നു. ഇതോടൊപ്പം വിദ്യാഭ്യാസം ഒരു സാമൂഹിക മാറ്റത്തിൻ്റെ പ്രധാന എഞ്ചിനായി മാറി. കഴിഞ്ഞ ദശകങ്ങളിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ വ്യാപനം സാമൂഹിക വികസനത്തിൽ വലിയ പങ്ക് വഹിച്ചു. സർക്കാർ മേഖലയും എയ്ഡഡ് പ്രൈവറ്റ് മേഖലയും ചേർന്ന് നിർമ്മിച്ച ഒരു വിദ്യാഭ്യാസ ലോകം സാധാരണ കുടുംബങ്ങളുടെ പ്രതീക്ഷകളെയും ജീവിതപാതകളെയും വല്ലാതെ മാറ്റി. ഇതാണ് പിന്നീട് കേരള മോഡൽ എന്ന് വിളിക്കപ്പെട്ട വികസന ധാരണയുടെ വിത്തുകൾ. വളരെ സമ്പന്നമല്ലാത്ത ഒരു സംസ്ഥാനത്തിനും ജനവിദ്യാഭ്യാസം, ആരോഗ്യശ്രദ്ധ, സാമൂഹിക പുനർവിതരണം, പൊതുജീവിതത്തിലെ പങ്കാളിത്തം മുതലായവ മുഖേന ഉയർന്ന മാനുഷിക നേട്ടങ്ങൾ കൈവരിക്കാമെന്ന ആശയം ഈ കാലഘട്ടത്തിലാണ് രൂപം കൊള്ളുന്നത്. ഇത് പൂർണ്ണതയുള്ളൊരു മോഡൽ അല്ലെങ്കിലും അതിൻ്റെ തുടക്കം 47 മുതൽ 80 വരെയുള്ള കാലയളവിലാണെന്ന് പറയാം. അതിനാലാണ് മോഡേൺ കേരള എന്ന ഈ വിഷയത്തിന് ഞാൻ 47 മുതൽ 80 വരെയുള്ള സമയം തിരഞ്ഞെടുത്തത്. കേരളത്തിൻ്റെ മോഡേൺ ചരിത്രത്തിലെ ഏറ്റവും ഗൗരവമുള്ള മാറ്റം ആരാണ് സമൂഹത്തിൽ പൂർണ്ണ പൗരനായിത്തീരുന്നത് എന്ന ചോദ്യത്തിന് ലഭിച്ച പുതിയ ഉത്തരമായിരുന്നു. കൊളോണിയൽ കാലഘട്ടത്തിലെ കേരളം വളരെ കടുപ്പമുള്ള സാമൂഹിക ക്രമങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നു. പക്ഷേ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കാലയളവിൽ എല്ലാവർക്കും ഒരേ മാന്യത ലഭിച്ചില്ലെങ്കിലും വോയിസ്, റെപ്രസെൻറ്റേഷൻ, പാർട്ടിസിപ്പേഷൻ എന്നീ ആശയങ്ങൾ സമൂഹത്തിൻ്റെ അടിത്തട്ടുകളിലേക്ക് നീങ്ങിത്തുടങ്ങി. ഇത് സ്റ്റിഗ്മ ഉടൻ ഇല്ലാതാക്കിയില്ല. കാസ്റ്റും ക്ലാസും കംപ്ലീറ്റ്ലി അവസാനിച്ചതുമില്ല. എന്നാൽ പൊതുജീവിതത്തിൽ ആരെല്ലാം സംസാരിക്കും, ആരെല്ലാം പഠിക്കും, ആരെല്ലാം രാഷ്ട്രീയമായി പ്രതിനിധാനം ചെയ്യും എന്ന ചോദ്യങ്ങൾ പഴയ രീതിയിൽ തുടരാനായില്ല. സാമൂഹിക മാന്യതയെക്കുറിച്ചുള്ള ചർച്ചകൾ കേരളത്തിൽ മുഖ്യധാരയിലേക്ക് വന്നു. അതാണ് മോഡേൺ കേരളയുടെ വലിയ ടേണിംഗ് പോയിന്റ്. കേരളത്തിൻ്റെ ചരിത്രം മതവൈവിധ്യം കൂടാതെ വായിക്കാനാവില്ല. ഹിന്ദു, മുസ്ലിം,
ക്രിസ്ത്യൻ സമൂഹങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നീണ്ട പ്രാദേശിക സാന്നിധ്യമുള്ളവയാണ്. അതിനാൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കേരളയിൽ റിലീജിയൻ ഒരു സ്വകാര്യ വിശ്വാസ പ്രശ്നം മാത്രമായിരുന്നില്ല. അത് സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസം, സമൂഹത്തിൻ്റെ ആന്തരിക സംഘടന, ഇലക്ട്രൽ ഇൻഫ്ലുവൻസ്, കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റീസ് എന്നിവയുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നു. ഈ വൈവിധ്യം കേരളത്തെ പ്രത്യേകമാക്കുന്നതിനൊപ്പം ചിലപ്പോൾ സംഘർഷത്തിൻ്റെയും ചർച്ചകളുടെയും വേദിയുമാക്കി. വ്യത്യസ്ത മതസമൂഹങ്ങൾ സ്കൂളുകളും കോളേജുകളും സാമൂഹിക സ്ഥാപനങ്ങളും സാംസ്കാരിക സംഘടനകളും വഴി പൊതുജീവിതത്തിൽ സജീവമായി തുടരുകയുണ്ടായി. അതിനാൽ മോഡേൺ കേരളയെ ന്യൂട്രലായി വായിക്കുമ്പോൾ അത് ഹാർമണിയുടെ കഥ മാത്രമല്ല, കോഎക്സിസ്റ്റൻസ്, കോമ്പറ്റീഷൻ, നെഗോസിയേഷൻ, അഡാപ്റ്റേഷൻ ഇവയുടെ കഥ കൂടിയാണ് എന്ന് പറയേണ്ടി വരും. എന്നിരുന്നാലും ഒരു പ്രധാന സത്യമാണ് ഇവിടെ തെളിഞ്ഞു നിൽക്കുന്നത്. മതവൈദഗ്ധ്യം കേരളത്തിൽ പബ്ലിക് ലൈഫിനെ ദുർബലമാക്കിയില്ല, മറിച്ച് അതിനെ കൂടുതൽ സങ്കീർണവും ജാഗ്രതയേറിയതുമാക്കി മാറ്റി. വ്യത്യസ്ത സമൂഹങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിലും വിദ്യാഭ്യാസ രംഗത്തിലും സാമൂഹിക മാറ്റത്തിനുള്ള ചർച്ചകളിലും അവകാശബോധത്തോടെയാണ് പങ്കെടുത്തത്. 47 മുതൽ 80 വരെ കേരളത്തിൻ്റെ സാംസ്കാരിക ലോകവും വലിയ മാറ്റം കണ്ടു. ഭാഷയെ ആസ്പദമാക്കിയ സംസ്ഥാന രൂപീകരണം മലയാളത്തെ പൊതുജീവിതത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കൂടുതൽ കൊണ്ടുവന്നു. സാഹിത്യം, പത്രപ്രവർത്തനം, നാടകം, പൊതുവേദികളിലെ ചർച്ചകൾ ഇവ മോഡേൺ കേരളയുടെ ആത്മബോധം രൂപപ്പെടുത്തിയ പ്രധാന മേഖലകളായി മാറി. കേരള സാഹിത്യ അക്കാദമി പോലുള്ള സ്ഥാപനങ്ങളുടെ രൂപീകരണം ലാംഗ്വേജും ലിറ്ററേച്ചറും ഒരു ഔദ്യോഗിക സാംസ്കാരിക പ്രോജക്റ്റായി പരിഗണിക്കപ്പെടുന്നതിൻ്റെ അടയാളമായിരുന്നു. ഭാഷ വെറും ആശയവിനിമയ മാധ്യമം മാത്രമല്ല, കളക്റ്റീവ് മെമ്മറി, റീജിയണൽ ഐഡൻറ്റിറ്റി, ലിറ്റററി സെൽഫ് കോൺഫിഡൻസ് എന്നിവയുടെ വേദിയാണെന്ന് ഈ കാലത്ത് കൂടുതൽ ബോധ്യപ്പെട്ടു. അതേസമയം കേരളത്തിൻ്റെ പഴയ കലാരൂപങ്ങൾ ഇല്ലാതായില്ല. കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, തെയ്യം പോലുള്ള കലാപരമ്പരകൾ പഴമയുടെ റിലിക് ആയി മാത്രമല്ല, മോഡേൺ കേരളയുടെ കൾച്ചറൽ ഹെറിറ്റേജായി വീണ്ടും അവതരിപ്പിക്കപ്പെടാൻ തുടങ്ങി. അതായത് ട്രഡീഷനും മോഡേണിറ്റിയും തമ്മിൽ ഒരു യുദ്ധമല്ല ഇവിടെ കാണുന്നത്, മറിച്ച് പഴയ കലാപാരമ്പര്യങ്ങളെ ഒരു പുതിയ റീജിയണൽ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാക്കി വായിച്ച ഒരു സംസ്കാരപരമായ നീക്കമാണ് ഇവിടെ നടന്നത്. കേരളത്തെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒന്നാണ് അതിൻ്റെ ശക്തമായ വായനാശീലവും പത്രധാരയും. ലിറ്ററസി, സ്കൂൾ എഡ്യൂക്കേഷൻ, പബ്ലിക് ഡിസ്കഷൻ എന്നിവയുടെ കൂട്ടായ്മ ജനങ്ങളെ രാഷ്ട്രീയത്തോടും സാമൂഹിക ചർച്ചകളോടും അടുത്ത് നിർത്തി. പൊതുസംവാദം കുടുംബത്തിനകത്തോ വർഗത്തിനകത്തോ ഒതുങ്ങാതെ ചായക്കടയിലും ലൈബ്രറിയിലും ക്ലാസ് റൂമുകളിലും അസംബ്ലിയിൽ വരെ വ്യാപിക്കാനായത് ഈ സെയിം ഇക്കോസിസ്റ്റം കാരണം തന്നെയാണ്. അതിനാലാണ് കേരള പൊളിറ്റിക്സ് പലപ്പോഴും ഇമോഷണൽ ആയിരുന്നതും ഇൻ്റലക്ച്വൽ ആയിരുന്നതും ഒരേ സമയം. ഇവിടെ രാഷ്ട്രീയ ചർച്ച ഒരു നേതാവിനെക്കുറിച്ച് മാത്രമായിരുന്നില്ല. വിദ്യാഭ്യാസം, ഭൂമി, സാമൂഹിക നീതി, പൊതുപണം, ഭരണ സംവിധാനം, കമ്മ്യൂണിറ്റി റൈറ്റ്സ് ഇവയെല്ലാം സാധാരണ ജനങ്ങളുടെ ദിവസേനയുള്ള സംസാര വിഷയങ്ങളായി. ആ പബ്ലിക് റീസണിങ്ങിന് സംസ്കാരം മോഡേൺ കേരളയുടെ ഏറ്റവും വലിയ തിരിച്ചറിയലുകളിലൊന്നാണ്. 70കളുടെ മധ്യത്തിൽ തുടങ്ങി കേരളത്തിൻ്റെ ഭാവിയെ വലിയ രീതിയിൽ മാറ്റാനിരുന്ന ഒരു പുതിയ സാമൂഹിക സാമ്പത്തിക പ്രവാഹം കാണാം. അതെ, ഗൾഫ് മൈഗ്രേഷൻ. 47 മുതൽ 80 വരെയുള്ള മുഴുവൻ കാലയളവിൻ്റെ ഏക നിർവചനമല്ലെങ്കിലും ഈ കാലഘട്ടത്തിൻ്റെ അവസാന ഭാഗത്ത് കേരളത്തിൻ്റെ ജീവിത കൽപ്പനകളെയും സാമ്പത്തിക പ്രതീക്ഷകളെയും മാറ്റിത്തുടങ്ങിയ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു ഇത്. വെസ്റ്റ് ഏഷ്യയിലേക്ക് ജോലി തേടിപ്പോയ മലയാളികളുടെ അനുഭവം ആദ്യം ചില കുടുംബങ്ങളുടെ വരുമാനത്തെ മാറ്റി. പിന്നീടത് വീടുകളുടെ രൂപം, ഉപഭോഗ രീതി, വിദ്യാഭ്യാസ പ്രതീക്ഷകൾ, സാമൂഹിക മാന്യതയുടെ കാഴ്ചപ്പാട് എല്ലാം സ്വാധീനിക്കാൻ തുടങ്ങി. 80-ന് ശേഷം ഇതിൻ്റെ ഫലം കൂടുതൽ ശക്തമായിരിക്കും, പക്ഷേ അതിൻ്റെ വിത്തുകൾ 70കളിൽ തന്നെ വിതച്ചിരുന്നു. അതുകൊണ്ട് മോഡേൺ കേരളയുടെ കഥ 56-ൽ സ്റ്റേറ്റ് രൂപം കൊണ്ട കഥയിൽ ഒതുങ്ങുന്നില്ല. 70കളുടെ അവസാനം വരെ എത്തിയപ്പോൾ കേരളം ഒരേ സമയം വിദ്യാഭ്യാസം, വെൽഫെയർ, പൊളിറ്റിക്സ്, കമ്മ്യൂണിറ്റി ലൈഫ്, കൾച്ചർ, മൈഗ്രേഷൻ എന്ന ഈ പാതകളിലും ചേർന്ന് നീങ്ങുന്ന ഒരു സങ്കീർണ സമൂഹമായി മാറിയിരുന്നു. അപ്പോൾ 47 മുതൽ 80 വരെ കേരളത്തെ ഒരു വാചകത്തിൽ എങ്ങനെ പറയാം? ഇത് കൊളോണിയൽ ഫ്യൂഡൽ പാസ്റ്റിൽ നിന്ന് ജനാധിപത്യ രാഷ്ട്രീയത്തിലേക്കും സാമൂഹിക പരിഷ്കരണത്തിലേക്കും വിദ്യാഭ്യാസ വ്യാപനത്തിലേക്കും സാംസ്കാരിക ആത്മബോധത്തിലേക്കും
വിപുലമായ പൊതുജീവിതത്തിലേക്ക് നീങ്ങിയ ഒരു സമൂഹത്തിൻ്റെ ചരിത്രം എന്നാണ് പറയാൻ കഴിയുന്നത്. ഈ മാറ്റം പൂർണ്ണവുമായിരുന്നില്ല. ഇനീക്വാളിറ്റി അവസാനിച്ചുമില്ല. കോൺഫ്ലിക്റ്റ് ഇല്ലാതായില്ല. കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റീസ് ഇല്ലാതായില്ല. പക്ഷേ പൊതുജീവിതത്തിന് ഭാഷ മാറി. സമത്വം, അവകാശം, വിദ്യാഭ്യാസം, പ്രതിനിധാനം, മാന്യത, വെൽഫെയർ എന്നൊക്കെയായി. അതാണ് മോഡേൺ കേരളയുടെ ഏറ്റവും വലിയ വ്യത്യാസം. കേരളം കൊളോണിയൽ ഏജിൻ്റെ ഷാഡോ, അതിൻ്റെ നിഴൽ വെറും പാരമ്പര്യമായി വഹിച്ചില്ല. അത് ചോദ്യം ചെയ്തു, ചർച്ച ചെയ്തു. നിയമത്തിലൂടെയും തിരഞ്ഞെടുപ്പിലൂടെയും സാമൂഹിക പ്രസ്ഥാനങ്ങളിലൂടെയും സാംസ്കാരിക സ്ഥാപനങ്ങളിലൂടെയും മാറ്റാൻ ശ്രമിച്ചു. അതുകൊണ്ട് മോഡേൺ കേരളയുടെ കഥ ഒരു സംസ്ഥാനത്തിൻ്റെ കഥ മാത്രമല്ല, സ്വന്തം പബ്ലിക് വോയിസ് കണ്ടെത്തിയ ഒരു സമൂഹത്തിൻ്റെ കഥയാണത്. ഇന്ത്യയിൽ വികസനം എന്നത് വേറെ രീതിയിൽ സാധ്യമാണെന്ന് തെളിയിച്ച ഒരു ചരിത്രപരമായ പരീക്ഷണത്തിൻ്റെ കഥ കൂടിയാണത്. കേരളത്തെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ സാമൂഹിക വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിലാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അല്ലെങ്കിൽ SDG ഇൻഡെക്സ്, അതിനെ നമ്മൾക്ക് ഒരു ഡെവലപ്മെൻറ്റ് സ്കോർ കാർഡായി കാണാം. SDG ഇൻഡെക്സിലും മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഏറ്റവും കുറവുള്ള സംസ്ഥാനമായും കേരളം രാജ്യത്തെ മുൻനിരയിലാണ്. അതുപോലെ ലിറ്ററസി, ലൈഫ് എക്സ്പെക്റ്റൻസി, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി പോലുള്ള സൂചികകളിലും കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിലൊന്നാണ്. പക്ഷേ മൊത്തം സാമ്പത്തിക വലിപ്പം നോക്കുമ്പോൾ കേരളം ടോപ്പ് 3 വരില്ല. അതിൻ്റെ ശക്തി വലിയ ഇൻഡസ്ട്രിയൽ എക്കോണമിയിലല്ല, മറിച്ച് ക്വാളിറ്റി ഓഫ് ലൈഫ്, പബ്ലിക് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സോഷ്യൽ വെൽഫെയർ എന്നിവ ചേർന്ന ഒരു വ്യത്യസ്ത വികസന മാതൃകയിലാണ്. സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഔദ്യോഗിക റാങ്ക് പട്ടികയില്ലെങ്കിലും യുനെസ്കോ അംഗീകാരം നേടിയ കലാരൂപങ്ങളും കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സിറ്റി ഓഫ് ലിറ്ററേച്ചർ ആയതും കേരളത്തിൻ്റെ സാംസ്കാരിക പ്രാധാന്യം വ്യക്തമാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്കോണമിയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നുമല്ലെങ്കിലും മനുഷ്യവികസനത്തിലും സാമൂഹിക നേട്ടങ്ങളിലും സാംസ്കാരിക വ്യക്തിത്വത്തിലും കേരളം രാജ്യത്തെ ഏറ്റവും ശക്തമായ സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണെന്ന് നമ്മൾക്ക് അഭിമാനത്തോടെ ഓർക്കാം. ഇക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലെ ഈ 10 എപ്പിസോഡുകളിലുണ്ടായിരുന്ന കേരള ഹിസ്റ്ററി സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഈ പകർന്നു തന്ന അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയും പ്രയോജനപ്രദം ആവുകയും ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി ഞാനിവിടെ നിർത്തുന്നു. ഈ സീരീസ് ഞാൻ നന്നേ ആസ്വദിച്ചാണ് ചെയ്തത്. മറ്റു സീരീസിൽ നമുക്ക് ഇനിയും കാണാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ആൻഡ് ടേക്ക് കെയർ.